ഹായ് ഫ്രണ്ട്സ്, ജെറി വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടെ മലേഷ്യയിൽ ചെറിയൊരു റോബറി നടന്ന ഒരു വീഡിയോ ആണ്. പിന്നെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുണ്ട്. 4 വർഷമായിട്ട് എൻ്റെ ചാനലിന് വലിയ ഇമ്പ്രൂവ് ഇല്ല. നല്ല നല്ല വീഡിയോസ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ വീഡിയോ ഒക്കെ ആരും കാണുന്നില്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. കാരണം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് എഫർട്ട് എടുത്ത് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ വ്യൂസ് ഇല്ലാതെ വരുമ്പോൾ എനിക്ക് തന്നെ മാനസികമായിട്ട് മനസ്സിനൊരു വല്ലാത്തൊരു ഇത്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആരും കയറി കാണുന്നില്ലല്ലോ എന്നൊക്കെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ കയറി. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. മലേഷ്യയിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ അടങ്ങിയ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് നിങ്ങളെല്ലാവരും കയറി ആ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ല ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അതിൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതനുസരിച്ച് അടുത്ത വീഡിയോസിൽ എനിക്ക് ആ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ എൻ്റെ ചിന്തപ്പാടെന്ന് പറയുമ്പോൾ നന്നായി, അടിപൊളി എന്നാണ്. നമ്മളൊരു ഫിലിം ഡയറക്ടർ ആയാൽ കൂടെ ഒരു ഫിലിം ചെയ്യുമ്പോൾ അയാൾക്ക് തൃപ്തിയാണ്, ഓക്കെ ഞാൻ നല്ലൊരു ഫിലിം ചെയ്തു. പക്ഷെ നമ്മൾ കാണുന്ന പ്രേക്ഷകരാണല്ലോ അതിനെ വിലയിരുത്തുന്നത്. അതുപോലെ നിങ്ങളാണ് എൻ്റെ വീഡിയോസ് വിലയിരുത്തേണ്ടത്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ അറിയുമ്പോഴേ എനിക്ക് അതിൻ്റെ തെറ്റ് കുറ്റങ്ങൾ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാനും പറ്റും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആരും തന്നെ വീഡിയോ കാണുന്നതുമില്ല, കമൻറ്റുകളും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ചാനൽ ആകെപ്പാടെ അന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് എന്നെ സഹായിച്ച് എൻ്റെ ചാനൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് തരണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജനം വരും. നമുക്ക് അതിനായിട്ടൊന്ന് ഇറങ്ങി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രലോഭനമുണ്ടാകും. അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ആകെപ്പാടെ ഒരു വിഷമമാണോ. എന്ത് വീഡിയോ ചെയ്താലും തന്നെ മനസ്സിലൊരു ഇത് ആളുകൾ കാണൂലേ. കാരണം നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിപ്പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ വ്യൂസ് എത്രയാണെന്ന്. പിന്നെ ആവശ്യമില്ലാത്ത വീഡിയോസിനൊക്കെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്. പക്ഷേ നല്ല നല്ല വീഡിയോസ്, അതായത് ഞാൻ റിസ്ക് എടുത്ത് ഈ വീഡിയോസ് ആളുകൾ കാണും, ആളുകൾ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ ആളുകൾ കാണുന്നതുമില്ല, ഒരു റെസ്പോൺസ് ഇല്ല. അങ്ങനെ വരുമ്പം മനസ്സിനാകെപ്പാടെ ഒരു സങ്കടം. പ്ലീസ് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ കമൻറ്റുകളിൽ കൂടെ ഒന്ന് അറിയിക്കുക. കമൻറ്റുകളും എനിക്ക് അത്യാവശ്യമാണ്. കമൻറ്റുകളൊന്നും തന്നെ ഇല്ല. ചിലവരൊക്കെ കൊള്ളാം, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. 1-2 കമൻറ്റ്സുകളുണ്ട്. പക്ഷേ എല്ലാവരും, അതായത് കാണുന്നവരൊക്കെ എല്ലാവരും എനിക്ക് കമൻറ്റുകൾ ഇട്ടാൽ എനിക്ക് അത്രത്തോളം ഒരു എൻകറേജ് ആവും. ഓക്കെ, എൻ്റെ ചാനൽ ആളുകൾ കാണുന്നുണ്ട്, എനിക്കതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും എനിക്ക് വീഡിയോസൊക്കെ. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അതുപോലെ മലേഷ്യയിൽ എന്തെങ്കിലും അറിയാനുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഞാൻ അതൊക്കെ പോയി ചെയ്ത് ആ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ പിന്നെ അതിൽ എന്തൊക്കെ അറിയാനുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ അത് പറഞ്ഞു തരുന്നതാണ്. മലേഷ്യയെ സംബന്ധിച്ച് A to Z നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ഒരു 15 വർഷമായിട്ട് മലേഷ്യയിലുണ്ട്. അപ്പോൾ എനിക്കിവിടുത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം എന്തെങ്കിലും അറിയാനോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം. പിന്നെ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമിഴ്നയിൽ കണ്ടതുപോലെ ഇന്നത്തെ ദിവസം, അതായത് ഇന്നേ ദിവസം August 20 ഇന്നേ ദിവസം മലേഷ്യയിൽ, അതായത് കജാങ് എന്ന് പറയുന്ന സ്ഥലത്ത്, മലേഷ്യയിൽ കജാങ് എന്ന് പറയുന്ന സ്ഥലത്ത് തങ്കം ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയിൽ 4 അംഗ സംഘം എന്ന് പറയുമ്പോൾ ഒരാൾ ബൈക്കിലിരുന്നിട്ട് 3 പേര് കയറി തോക്കൊക്കെ കൊണ്ടുവന്നാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാഫ് രാവിലെ ആയിരുന്നു, സ്റ്റാഫ് കുറവായിരുന്നു, സ്റ്റാഫ് 3 പേരെന്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരകത്ത് കയറി ചുറ്റിയല്ല ഹാമറിന് ഫുള്ള് ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ച് സ്വർണം എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. പക്ഷേ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വീഡിയോയിൽ അവർ സ്വർണം എടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1-2 ഗ്ലാസ് പൊട്ടിയെങ്കിലും എടുക്കുന്നതായിട്ട് എനിക്ക് കാണാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റിൽ പറയണം അത് എടുത്തോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ഒരു റോബറി നടന്നിട്ടുണ്ട്. 4 സംഘം ബൈക്കിലെത്തി മോഷ്ടിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ CCTV ദൃശ്യങ്ങളും അല്ലാതെ പുറത്തു നിന്നെടുത്ത കുറച്ച് വീഡിയോസുകളും ഉണ്ട്. നമുക്ക് ആ വീഡിയോസിലോട്ടൊന്ന് പോകാം. ഓക്കെ. Motor satu tunggu sebelah. Okey. Dia orang sudah tengok rasa satu macam. Deh. Deh.
Alarm on. Inside I saw only I stay on the alarm. These people. There. Dia tunjuk pistol. Time tu saya mau kejar luar, dia tunjuk pistol pada saya pula. Ya, ni tuan ni orang ke tuan? Jujur kau susuk. Tu dah lari. Pasal I masuk saja I buka alarm tuan. திருடுங்க சுற்ற போறாங்கப்பா துப்பாக்கி வச்சிருக்காங்கப்பா கையில சுடுறான் ஓடிட்டான் வரேன் இங்கே தான் வரேன் எடுத்துட்டு ஓடுறாங்கப்பா திருட்டாங்க இல்லை அள்ளிட்டான் അടി മലേഷ്യ സാട്രാ എപ്പോ എടുക്കുന്ന വീഡിയോ അപ്പോൾ ഫ്രണ്ട് നിങ്ങളെ വീഡിയോസ് എല്ലാം കണ്ടല്ലോ ഇതാണ് ഇന്ന് ഇവിടെ നടന്ന സംഭവം അപ്പോൾ പുറത്ത് നിന്ന് നമുക്കറിയാമെന്നുള്ള എൻ്റെ കൂട്ടുകാർ അവരെ നിന്നെടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് പിന്നെ CCTV ദൃശ്യം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാമെന്നുള്ള ഒരാളെ കൊണ്ട് നമ്മൾ എടുത്ത് ചെയ്തതാണ് പിന്നെ ആ വീഡിയോസൊക്കെ നല്ല വൈറലായിട്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും വൈറലായി തുടങ്ങി മലേഷ്യയിൽ ഏകദേശം വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നല്ലോ നിങ്ങൾ ആ CCTV ദൃശ്യം കണ്ടായിരുന്നല്ലോ അവർ പറയും ഹാമർ അടിച്ച് പൊട്ടിച്ച് അകത്ത് കയറി എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല എനിക്കും സംശയമാണ് എടുക്കാൻ പറ്റിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും 3 മിനിറ്റിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഒരു 3-4 മിനിറ്റിനകത്ത് സംഭവം നടത്തിയിട്ട് അവർ എസ്കേപ്പ് ആയിട്ടുണ്ട് ഇതുവരെയായിട്ടും പ്രതികളെ പിടിച്ചിട്ടില്ല എന്തായാലും പിടിക്കും അവർ തന്നെ ആ റൂട്ടൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഏകദേശം അവർക്കറിയാം ആരൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ പോലീസുകാർക്കൊക്കെ ഏകദേശം ലിസ്റ്റുകളുണ്ട് അവർക്ക് അതനുസരിച്ച് അവർ വിടത്തില്ല അവർ പിടിക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മലേഷ്യയിലെ നല്ല നല്ല വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം